മഹത്വം ഉണ്ടാകട്ടെ. ഒരു ബുധനാഴ്ച കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കാലാവസ്ഥ പ്രതികൂലമായിരിക്കും എന്നൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിലും നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അനുകൂലമാക്കി തന്ന ദൈവകൃപയ്ക്ക് വേണ്ടി നന്ദി പറയാം. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 വരെയുള്ള വാക്യങ്ങളാണ്. അന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മുഖവിലയാണ് ഈ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ വചനം എന്ന പദമുണ്ട്, ജീവൻ എന്ന പദമുണ്ട്, വെളിച്ചം എന്ന പദമുണ്ട്, കൃപ എന്ന പദമുണ്ട്, സത്യം എന്ന പദമുണ്ട്. ഈ പദങ്ങളെല്ലാം നമ്മൾ ഒരളവ് വരെ ചിന്തിച്ചതാണ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, നമുക്കറിയാമല്ലോ എന്ന് വിചാരിക്കുന്ന പദങ്ങൾ യോഹന്നാൻ ഉപയോഗിച്ച് വലിയ അർത്ഥം നമുക്കതിൽ നിന്ന് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും. ഈ കൃപ എന്നുള്ള വാക്ക് ഇത്രമാത്രം അർത്ഥമുണ്ടോ എന്നുള്ളത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയും. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു കൃപയുടെ അത്യന്തധനത്തെ. കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ നമ്മളെ കാണിക്കാൻ പോവുകയാണ്. മറ്റൊരു പദം സത്യം. ലോകത്തില് അനേകർ സത്യം അന്വേഷിക്കുന്നു. ഇതുവരെയും ആർക്കും അത് വെളിപ്പെട്ടിട്ടില്ല. മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിച്ച് സത്യം കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സത്യമാണ്. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അതിലൊന്നുപോലും അസത്യമെന്ന് പറയാൻ ഇതുവരെ ലോകത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് സത്യം. സത്യമായ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് അസത്യത്തിന്റെ പ്രഭുവായ സാത്താൻ വാഴുന്ന ലോകത്തിലാണ്. അവനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. അങ്ങനെ ഒരു ലോകത്തിൽ സമ്പൂർണ്ണ മനുഷ്യനായ നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ സത്യമായി നമുക്ക് വെളിപ്പെട്ടു വന്നു. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. മറ്റൊരു കാര്യം, നമ്മുടെ കർത്താവ് വെളിച്ചമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. ആ വെളിച്ചത്തിനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും. പിന്നെ നമ്മളെ ദൈവമക്കളാക്കി. സാധാരണ ദത്തെടുക്കുന്ന പോലെയല്ല നമ്മെ ദത്തെടുത്തത്. നമുക്ക് അവകാശം തന്നു എന്ന് മാത്രമല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 19-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. ഇവിടെ
യോഹന്നാനെ അവതരിപ്പിക്കുക. യോഹന്നാന്റെ പ്രസംഗം ജനവാസമുള്ള സ്ഥലത്തൊന്നുമല്ലായിരുന്നു, യോർദാൻ തീരത്തെ കാട്ടില്. എന്നാൽ ആ പ്രസംഗത്തിന്റെ പ്രതിധ്വനി യെരുശലേം വരെ എത്തി. യെരുശലേമില് ന്യായപ്രമാണ പണ്ഡിതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതനുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്. അങ്ങനെ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. യോഹന്നാൻ അവിടെയെങ്ങും പ്രസംഗിക്കാൻ പോയില്ല. യോഹന്നാൻ യോർദാന്റെ കാട്ടിൽ നിന്നാണ് പ്രസംഗിച്ചത്. ഈ കാട്ടില് പ്രസംഗം കേൾക്കാൻ വരുന്നവരാരൊക്കെയാണ്? സമൂഹത്തിലെ ഉന്നതരായ ആളുകളൊന്നും അവിടെ ചെല്ലുകയില്ല. നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ കള്ളത്തടി വെട്ടുന്നവരും കഞ്ചാവ് കൃഷിക്കാരും കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാടുകളിൽ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞത്, സമൂഹത്തിനെതിരായി ജീവിക്കുന്ന ആളുകൾ, സാമൂഹ്യ വിരുദ്ധർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാട്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹൈറേഞ്ചിലേക്കും മലബാറിലെ കാടുകളിലേക്കും ഒക്കെ ആളുകൾ താമസം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ, നാട്ടിൽ ജീവിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളാണ് പോകുന്നത്. അതില് ക്രിമിനൽ കേസിലെ പ്രതികൾ കാണും, രക്ഷപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ആളുകളോടാണ് ഒരുപക്ഷെ യോഹന്നാൻ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന്റെ മാറ്റൽ യോർദാൻ തീരം മാത്രമല്ല, അവിടുന്ന് അകലെയുള്ള യെരുശലേമിൽ വരെ എത്തി. എന്തൊക്കെയാണ് യോഹന്നാൻ പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം. മാനസാന്തര സ്നാനമാണ്. എന്നാൽ അതിന്റെ പ്രതിധ്വനി വളരെ വലുതായി. ഈ യോഹന്നാനെ അന്വേഷിച്ച്, വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ യോഹന്നാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ യോഹന്നാനോട് ചില കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയാൻ ഒരു സംഘം ആളുകളെ യെരുശലേമിൽ നിന്ന് അയച്ചു. അയച്ചതാരാണ്? അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ ഡെലിഗേഷനിൽ വന്ന ആളുകൾ നോക്കുക, 19-ാം വാക്യത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ, ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും യഹൂദന്മാരുടെ അധികാരം കൈയാളുന്ന ആളുകൾ, ഭരണകർത്താക്കൾ, ദേവാലയം സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ. അതിനൊരു സംഘമുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് സന്നിധി സംഘം. അവരെ ചുമതലപ്പെടുത്തിയിട്ട് വന്നവരാരൊക്കെയാണ്? പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചു. താഴോട്ട് വായിക്കുമ്പോൾ ആ കൂടെ പരീശന്മാരുമുണ്ട്. ഉന്നതരായ ആളുകളെ യോർദാന്റെ തീരത്തേക്ക് അയച്ചു. ഞാനത് ചിന്തിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഇവർ യോഹന്നാനെ അങ്ങോട്ട് വിളിച്ചില്ല? സാധാരണ ഉന്നത പദവിയിലുള്ള ആളുകൾ യോഹന്നാനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യേണ്ടത്. പക്ഷെ അവർ യോഹന്നാനെ വിളിച്ചില്ല. ഒരു ഡെലിഗേഷനെ യോഹന്നാന്റെ അടുത്തിലേക്ക് അയച്ചു. ചില കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി അറിയണം. ഓർക്കുക,
ദൈവം തന്റെ ദാസന്മാരെ മാനിക്കുന്ന പദവി. അവിടെ വായിക്കുന്നുണ്ട്, പുരോഹിതൻ പോലും വന്നിരിക്കുകയാണ് യോഹന്നാനോട് ചിലർ ചോദിക്കാൻ. 20-ാം വാക്യത്തിൽ അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സാക്ഷ്യം. യോഹന്നാന്റെ സാക്ഷ്യം എന്തെന്ന് കേൾക്കാൻ അവർ വന്നു. ആ വാക്ക് വായിച്ചപ്പോൾ ഞാൻ അവിടെ ചിന്ത നിർത്തി. യോഹന്നാന് തന്നെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. ആ തലമുറയിൽ യോഹന്നാനെ പോലെ സാക്ഷ്യം പറയാനുള്ള ആളുകൾ ചുരുക്കമാണ്. നമുക്ക് യോഹന്നാന്റെ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അവന്റെ മാതാപിതാക്കൾ ഒരു പൗരോഹിത്യ കുടുംബത്തിലാണ് താൻ ജനിച്ചത്. തൻ്റെ അപ്പൻ സക്കരിയാവ് പ്രസിദ്ധനാണ്. അമ്മയും വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീയാണ്. ഇനിയും യോഹന്നാന്റെ ജനനം അത് അത്ഭുതകരമായൊരു വിഷയമാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ, യോഹന്നാന് പേരിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ സംഭാഷണം ഉണ്ടായി. ഈ കുട്ടി എന്തായിത്തീരും? ആ കാലത്ത് അനേക കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. അവരെ ആരെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നമ്മൾ കാണുന്നില്ല. അവർ അത്ഭുതപ്പെട്ടു, ഈ കുട്ടി എന്തായിത്തീരും? അവന്റെ അപ്പനായ സക്കരിയാവ് സംസാരിക്കാൻ കഴിയാതെ ഊമനായിരിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് യോഹന്നാൻ എന്ന് എഴുതിയപ്പോൾ, നമുക്കത് അറിയാവുന്ന ഒന്നാണ്, ഞാൻ വിവരിക്കാത്തത്. യോഹന്നാൻ എന്ന് എഴുതിയപ്പോൾ അപ്പന്റെ നാവ് തുറന്നു. മനോഹരമായ ഒരു സങ്കീർത്തനം നാം രചിച്ചതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ അത്ഭുതകരമായ സാക്ഷ്യം പറയാനുള്ള ആളാണ് യോഹന്നാൻ. അത്ഭുതകരമായ സാക്ഷ്യം. ആരും കേട്ടു നിൽക്കും, അത്ഭുതപ്പെടും, അതിശയിക്കും. അത്ര സാക്ഷ്യമുള്ള ആളാണ് യോഹന്നാൻ. പക്ഷേ 20-ാം വാക്യം ശ്രദ്ധിക്കുക. അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. ഞാൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. തന്നെക്കുറിച്ച് ഒന്നും പറയാനില്ല. തനിക്ക് അവരുടെ മുൻപാകെ ഉയർത്തി കാണിക്കാനുള്ള കാര്യം, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല. ഞാൻ വിചാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു സ്തംഭിച്ചു പോയി കാണും. ഇത്ര വലിയ പ്രാസംഗികൻ, അനേക ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, തീർന്നില്ല, അനേകരെ സ്നാനപ്പെടുത്താൻ ധൈര്യപ്പെട്ടവൻ. ഞാൻ ഓർപ്പിക്കട്ടെ, യോഹന്നാൻ പ്രസംഗിച്ചത് ജാതികളോടല്ല, ജാതികളുടെ പട്ടണത്തിൽ പോയി ജാതികളോടല്ല പ്രസംഗിച്ചത്, യഹൂദന്മാരോടാ പ്രസംഗിച്ചത്. യഹൂദന്മാര് അനേകര് യോഹന്നാന്റെ പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ടു. ഈ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവല്ല. നമുക്കിനിയും താഴോട്ട് വരുമ്പോൾ അതിന്റെ വിവരണം പിന്നെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു. എന്താ ഈ മറുക്കാതെ ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പല നിലയിൽ അവനോട് ചോദിച്ചു.
ചിലപ്പം ചില സംഭവങ്ങൾ കാണിച്ചായിരിക്കും. നിന്റെ പ്രസംഗം കേട്ട് ഇന്നാരൊക്കെ സമൂഹത്തിലെ ഏറ്റവും മോശമായി ജീവിച്ച ചിലരൊക്കെ മുന്നോട്ട് വന്നല്ലോ. നീ ക്രിസ്തു ആയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ഞാൻ ആ വാക്കോർത്ത് എനിക്ക് അത്ഭുതപ്പെട്ടു. മറുക്കാതെ ഏറ്റുപറഞ്ഞു. ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചാലും നിന്റെ പ്രസംഗം കേട്ടാണ് അവരൊക്കെ മാനസാന്തരപ്പെട്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചാലും യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവൻ. ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്ക് നല്ലൊരു മാതൃക ഇവിടെ കാണാൻ കഴിയും. നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം നമുക്കറിയാമല്ലോ, നാം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്യാം. യോഹന്നാൻ ഈ കാര്യത്തിൽ ഒരു മാതൃകയാണ്. താൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അടുത്തത് എന്ന് ഏറ്റു പറഞ്ഞു. 21 വാക്യം, പിന്നെ എന്ത്? അർത്ഥപൂർണമായ ചോദ്യമാണ്. നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. നീ എന്ത്? അടുത്ത ചോദ്യം, നീ ക്രിസ്തുവല്ല, പിന്നെ എന്ത്? നീ ഏലിയാവോ എന്ന് ചോദിച്ചു. അതെന്താ ഉടനെ ഒരു അടുത്ത ചോദ്യം നീ ഏലിയാവോ എന്ന് ചോദിക്കാൻ കാരണം? മലാഖിയുടെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നോക്കാം. മലാഖി അവസാനത്തെ അധ്യായം. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. വായിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൃത്യമായി വരും. 5-ാമത്തെ വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ആ വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ വന്ന് ഏലിയ പ്രവാചകനെ അയക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ചോദിച്ചത്. ഈ വന്ന ആളുകള് പുരോഹിതന്മാരും അതേ ഗ്രേഡിലുള്ള ആളുകളുമാണ്. ന്യായപ്രമാണം നന്നായി വായിച്ച് പഠിച്ചവരാണ്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ യോഹന്നാന്റെ പ്രസംഗം ഇത്ര ശക്തമായി നാട്ടിൽ മുഴങ്ങുന്നത് അവൻ മശിഹയായിരിക്കും. യഹൂദന്റെ ഭാഷയിലാണ് മശിഹ, യവനന്റെ ഭാഷയിൽ ക്രിസ്തു. അവർ ചോദിച്ചു, നീ ആ പ്രവാചകനോ? മലാഖി പുസ്തകം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് നമ്മൾ കണ്ട വാക്യം, നീ ഏലിയാവോ? അതിന് പിന്നെ എന്ത്? നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞ വാക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഏലിയാവാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഏലിയാവല്ല. അടുത്ത ചോദ്യം എന്ന് അവനോട് ചോദിച്ചതിനല്ല എന്ന് പറഞ്ഞു. അടുത്തത്, ആ പ്രവാചകനോ? അവർ ചോദിച്ചു, ഏലിയാവല്ല, എന്നാ നീ ആ പ്രവാചകൻ. ഇതേതാ ഈ പ്രവാചകൻ? ഈ പ്രവാചകൻ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാചകം നമുക്കൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ആ വാക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. 18-ാം അധ്യായത്തിന്റെ
15 മുതലുള്ള വാക്യം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ മധ്യേ നിന്ന് ദൈവം നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഇവര് ദൈവവചനം വളരെ പരിചയമുള്ള ആളുകളാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അവർ ഉദ്ധരിക്കുകയാണ്, നീ ആ പ്രവാചകനും. ഇവര് ദൈവവചനം അറിയാത്തവരൊന്നുമല്ല, ദൈവവചനമൊക്കെ ഇവർക്ക് അറിയാം. ചോദിക്കുന്നു, നീ ആ പ്രവാചകനും എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഏലിയാവല്ല, ആ പ്രവാചകനല്ല, പിന്നെ നീ ആരാണ്? അവിടെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവരൊരു ഡെലിഗേഷനായിട്ടാണ് വന്നത്. ഇവരെ അയച്ചത്, ചുമതലയുള്ള ആളുകൾ അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഹൂദന്മാരുടെ ഉന്നത സംഘമായ സന്നിധിയായിരിക്കും ഇവരെ അയച്ചത്. ഇവര് പറയാണ്, ഞങ്ങൾക്ക് അവരോട് ഉത്തരം പറയണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ പരമേൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ആരാണെന്ന് ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന്, നോക്കുക 22-ാം വാക്യത്തിൽ, നീ ആരാകുന്നു? ഞങ്ങളോട് അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. നീ ആരാകുന്നു? നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയും? ഞാൻ പറയട്ടെ, യോഹന്നാന് പിന്നെയും തന്നെക്കുറിച്ച് പറയാൻ ഒരു അവസരം ഉണ്ടായി. തെറ്റൊന്നും പറയാൻ നോക്കില്ല. ആ ചോദ്യം ചോദിച്ചാൽ നീ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരുപാട് കാര്യം തനിക്ക് പറയാനുണ്ട്, പക്ഷെ അതൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. നീ ആരാകും? ആ ചോദ്യത്തിന്റെ ഉത്തരം ബഹിരസമാണ്. അതിന് അവൻ, 23-ാം വാക്യം, അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അത് യോഹന്നാൻ കോട്ട് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, എടുത്തു പറഞ്ഞത് ഞാൻ ശബ്ദമാണ്. ഞാൻ ശബ്ദമാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാകും, ഞാനൊരു മൈക്കാണ്. നമുക്ക് സർവ്വസാധാരണ അറിയാവുന്ന കാര്യമാണ്. മൈക്കാണോ സംസാരിക്കുന്നത്? മൈക്കിന്റെ പുറകിൽ ആധികാരികമായി സംസാരിക്കാൻ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് മൈക്കിൽ കൂടെ കേൾക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുകയായിരിക്കും, എൻ്റെ ചെറുപ്പത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഞാൻ പോവാറ്. അറിയപ്പെടുന്ന വലിയ പ്രാസംഗികന്മാർ, KG തോമാച്ചൻ പ്രസംഗിക്കുന്നത് ഞാൻ പോയിട്ടു. ആ പ്രസംഗം ഏറ്റുപറയുന്നത് MM സെക്രട്ടറിയായി. രണ്ടുപേരും ഞാൻ കണ്ടു.
എം സക്കറിയ തന്റെ അഭിപ്രായമല്ല പറയുന്നു. KG തോമാച്ചൻ പറയുന്ന ആ വാക്കുകൾ ഒന്നുകൂടെ വിളിച്ചു പറയുക. ഈ വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ഒരു ശബ്ദമാണ്, ഞാനൊരു വ്യക്തിയല്ല, ഞാൻ ഒന്നുമല്ല. ആ ശബ്ദത്തിന് ഒന്നും പ്രശംസിക്കാനില്ല. ഞാനൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ പിന്നിലുള്ള ആ വ്യക്തിത്വം എത്ര വലുതാണ് നമുക്കവിടെ കാണാൻ കഴിയും. വാസ്തവത്തിൽ ദൈവദാസന്മാര് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ദൈവവചനം തരുന്നത്. വാസ്തവത്തിൽ അവരെ ആരെയാ ഉയർത്തേണ്ടത്? യോഹന്നാൻ ഒരു മാതൃകയാണെങ്കിൽ ദൈവപുത്രനെയാണ് ഉയർത്തേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒരു പ്രാസംഗികനും ആരെ ആകർഷിക്കാനുള്ള കഴിവുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്. യോഹന്നാന്റെ സാക്ഷ്യം എത്ര അത്ഭുതമാണ്. ഞാൻ വെറും ഒരു ശബ്ദമാണ്. ചോദ്യം, നീ ആരാണ്? അടുത്ത ചോദ്യം, നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയും? ആ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കിലടങ്ങി. ഞാൻ ഒരു ശബ്ദമാണ്, ഞാനൊരു ശബ്ദമാണ്. യോഹന്നാൻ പറഞ്ഞില്ല ഞാൻ വചനമാകുന്നു. അങ്ങനെയാ തുടങ്ങിയത്. ഇപ്പം സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാനൊരു ശബ്ദമാണ്. വലിയവനായ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രന് മുൻപാകെ നോക്കുമ്പോൾ യോഹന്നാൻ അതുപോലും പറയാൻ അവകാശമില്ല എന്ന് താഴെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കുക, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിന്ന്, യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിക്കുക. അതും ഒരു അത്ഭുതം തന്നെയാണ്. യോഹന്നാന് സ്വയമായിട്ടൊന്നും പറയാനില്ല. ഇവരോട് പറയാനുള്ള ഉത്തരം ദൈവവചനമാണ്, യെശയ്യാ പ്രവചനമാണ്. ഒരു മാതൃകയും കൂടെ നമുക്ക് അവിടെ കാണാം. നമ്മുടെ സ്വന്തം അഭിപ്രായത്തിനോ സ്വന്തം വ്യക്തിത്വത്തിനോ ഒരു സ്ഥാനമില്ല, പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കും. അവിടെ ദൈവശബ്ദം, ദൈവം എന്ത് പറയുന്നു, ദൈവവചനം എന്ത് പറയുന്നു, ഇന്നാര് പറഞ്ഞു എന്നുള്ളതിന് അവിടെ വലിയ പ്രസക്തിയില്ല. കാരണം ഏത് ഹൃദയത്തെ മുറിപ്പെടുത്താൻ കഴിവുള്ള വാളാണ് ദൈവവചനം. അത് തുളച്ചു കയറി ചെല്ലുന്നതാണ്. അത് തുളച്ചു കയറി ചെന്നെങ്കില് ഹൃദയങ്ങൾക്ക് വേദന ഉണ്ടാകുകയും ദൈവത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കുകയും ചെയ്യുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വാക്യം ഉദ്ധരിച്ചു. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ യോഹന്നാൻ സ്നാപകനെ ആരാണ് ഈ ദൈവവചനമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്? അല്ലെങ്കിൽ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ അവസരം ലഭിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു പോയി. ഒരു ഉത്തരവ് എനിക്ക് കിട്ടി. എന്നാൽ യോഹന്നാൻ കർത്താവിൻ്റെ ഫോർറണ്ണറായി വന്നു, ദൈവവചനം അറിയായി. നോക്കുക താഴോട്ട്, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം, അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ പുരോഹിതന്മാര് മാത്രമല്ല, പരീശന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ഒരു ചോദ്യം, എന്താ ഈ പരീശന്റെ പ്രത്യേകത? പരീശൻ സ്വയനീതിക്കാരനാണ്.
അവന്റെ കുറ്റം ബോധിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വയം നീതിക്കാരനാണ്. എന്നാൽ അവനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ന്യായപ്രമാണം പറയുന്നത് ഞാൻ വള്ളി പുള്ളി വിസർജ്യം കൂടാതെ അനുസരിക്കും. ന്യായപ്രമാണത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് അതുപോലെ ഞാൻ അനുസരിക്കും. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത ഒരു കൂട്ടം സ്വയം നീതിക്കാരാണ് ഈ പരീശന്മാർ. പരീശന്മാരെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു പരീശന്റെ പ്രാർത്ഥനയുണ്ട്. വേറാരും പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞതാണ്. അതിൽ ഓരോ വാചകവും വായിച്ചു നോക്കുമ്പോൾ പരീശന്റെ സ്വഭാവം നമുക്കറിയാം. ഇത് ഞാൻ പഠിച്ചപ്പോൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിലും അനേകര് വിശ്വാസത്തിന് വിധേയരായി തീർന്നൊരു വാക്യം. പരീശന്മാരിൽ അനേകര് വിശ്വസിച്ചു ദൈവകൃപയിലേക്ക് വന്നു. ഉദാഹരണം നിക്കോദിമോസ്. എന്നാൽ ഒരു സദൂക്കൻ പോലും വന്നതായിട്ട് വായിക്കുന്നു. യഹൂദ സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവർ അവരാണ് ചുങ്കക്കാർ. അനേകര് സുവിശേഷം വിശ്വസിച്ച് ദൈവകൃപയിലേക്ക് വന്നതായിട്ട് നാം വായിക്കുന്നു. ഞാനിതിലേക്ക് മടങ്ങി വരട്ടെ. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവരടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല. ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ. നീ പറഞ്ഞ നീ ക്രിസ്തുവല്ല, നീ ഏലിയാവല്ല, ക്രിസ്തുവല്ല, ആ പ്രവാചകൻ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ മോശ ചൂണ്ടിക്കാണിച്ച ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത്? നിന്റെ സ്നാനത്തിനുള്ള അധികാരമുണ്ട്. ഈ പറയുന്ന വ്യക്തികളൊന്നും അല്ല എങ്കിൽ നീ എന്തുകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു? പരീശന്മാരുടെ ചോദ്യമാണ്. എന്താ യോഹന്നാൻ കഴിപ്പിക്കുന്ന സ്നാനം? അതിനെക്കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. അതിൻ്റെ 14-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരയോഗ്യനാകും. നമ്മുടെ കർത്താവിന്റെ വാക്കാണ്. പരീശന്മാരും ശാസ്ത്രിമാരും പിശാചി ചെയ്യുന്നത് പോലെ ഊടാടി സഞ്ചരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കടലും കരയും ചുറ്റി നടക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യമാണ്. ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി നടക്കും. ചേർന്ന ശേഷം അവനെക്കുറിച്ച് ഒരു ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ നരകത്തിന്റെ പുത്രനായിട്ട് മാറും. പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്യുന്ന കാര്യം യഹൂദ മതത്തിലേക്ക് അനേകരെ ചേർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചേർന്ന് വരുന്നവരെയാണ് പ്രോസിലൈറ്റ്സ് എന്ന് പറയുന്നത്. യഹൂദ മതാനുസാരികൾ. നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ ആ കാര്യം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്ക് ഇവിടെ യഹൂദ മതത്തിലേക്ക് ഒരാളെ ചേർക്കുന്നത് എങ്ങനെയാണ്?
അവരോട് യഹൂദ മതത്തിന്റെ പ്രത്യേകത പറ. ഒന്ന്, ഏകദൈവ വിശ്വാസം. 2, 10 കൽപ്പനകൾ അതനുസരിക്കണം. 3, പരിച്ഛേദം. ഈ കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് യഹൂദ മതത്തിൽ ചേരാം. ഇത് ചേർന്നു എന്നുള്ളതിനെ തെളിവായി നിന്നെ ഒന്ന് കുളിപ്പിക്കും. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശുദ്ധീകരണ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു കുളിയുണ്ട്, ഒരു കുളിപ്പിക്കലുണ്ട്, സ്നാനം. ഇത് കഴിഞ്ഞാൽ നീ യഹൂദ മതക്കാരനാണ്. ഇവരുടെ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്: നീ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തുന്നു? നീ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തുന്നു? യോഹന്നാൻ എന്തുകൊണ്ടാണ് സ്നാനപ്പെടുത്തുന്നത്? യോഹന്നാൻ ജാതികളുടെ ഒരു പട്ടണത്തിലും പോയി പ്രസംഗിച്ചിട്ടില്ല. ഒരു ജാതിയനോട് സംസാരിക്കാൻ പോയിട്ടില്ല. യോഹന്നാൻ പ്രസംഗിച്ചത് യഹൂദന്മാരോടാണ്. യഹൂദന്മാരോട് എന്താ പ്രസംഗിച്ചത്? നിങ്ങളും ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങളും ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു വാക്കൂടെ യോഹന്നാൻ പറഞ്ഞു കാണും: നിങ്ങൾ ജാതികളെക്കാൾ മോശക്കാരൻ. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. അതാണ് യോഹന്നാന്റെ പ്രസംഗം. ജാതികളോടല്ല പ്രസംഗിച്ചത്, യഹൂദന്മാരോടാണ് പ്രസംഗിച്ചത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളെക്കാൾ മോശക്കാരാണ്, പാപികളാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. യോഹന്നാന്റെ ഈ പ്രസംഗം കേട്ട് അനേകം യഹൂദന്മാരുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ട്. അവർ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന് പരസ്യമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ അവരെ സ്നാനപ്പെടുത്തി. ഈ സ്നാനമാണ് യോഹന്നാന്റെ സ്നാനം. ഈ സ്നാനത്തിന്റെ പേരാണ് മാനസാന്തര സ്നാനം. നമുക്കിനി മർക്കോസിന്റെ സുവിശേഷം എന്നൊരു വാക്യം ഞാൻ വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ വാക്ക് മനസ്സിൽ വയ്ക്കണം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗമാണ് താഴെ വായിക്കുന്നത്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തര സ്നാനം മാത്രം. ആരോട്? യഹൂദന്മാരോട് മാത്രം. യോഹന്നാൻ തടവിലായപ്പോൾ നമ്മുടെ കർത്താവ് യോഹന്നാന്റെ അതേ പാത പിന്തുടർന്നു. താൻ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സ്നാനം, മാനസാന്തര സ്നാനം, യഹൂദന്മാരാണ് അതിൽ സ്നാനപ്പെട്ടത്. പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിനൊരു തെളിവ് അവിടെയുണ്ട്. സമയം കുറവായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കർത്താവ് പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുക. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ യേശുവിനെ ദൈവവും കർത്താവുമായി ഒരാൾ സ്വീകരിക്കുമ്പോൾ അവനെ സ്നാനപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ആ സ്നാനം
ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നതാണ്. 3, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് ആ വാക്യം അറിയാം. അപ്പം യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനം. എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നാനം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം, അത് പരസ്യമായ ഒരു അംഗീകരണമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവമകനായി, അത് പരസ്യമായി പ്രഖ്യാപിക്കുക. റോമലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, അതിനോട് ഞാൻ ഏകീഭവിക്കുക. ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ള പ്രതിജ്ഞയാണ്. ഇവരുടെ ചോദ്യം, അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു? നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാന്റെ മറുപടി 26-ാം വാക്യം, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ. ഞാൻ ആ വാചകം ഒന്നുകൂടെ വായിക്കട്ടെ. യോഹന്നാന്റെ മറുപടി, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ടോ? ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ. അവനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. മറ്റുള്ള മനുഷ്യരിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല. പൗലോസ് പറഞ്ഞു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ചില വീടുകളിലെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പടമാണെന്ന് വെച്ചാൽ വെച്ചിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു പ്രകാശ വലയം കാണും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ പ്രകാശ വലയം ഉണ്ടായിരുന്നു തന്റെ മുഖത്തിന് ചുറ്റും. യോഹന്നാൻ പറയാണ്, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ആ വാക്ക് കേട്ടാൽ ഈ ജ്ഞാനികള് ന്യായമായിട്ട് ചോദിക്കണം, യോഹന്നാനെ അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ? ഇയാൾ പറഞ്ഞ ഒരാൾ നിൽപ്പുണ്ടെന്നല്ല പറഞ്ഞ്, ഒന്ന് കാണിച്ചു തരാമോ? അവിടെ നിന്ന് ആരും ചോദിച്ചു. യെരൂശലേമിൽ നിന്ന് വന്ന പണ്ഡിതന്മാരായ ആളുകൾ, ന്യായപ്രമാണം അറിയാവുന്ന ആളുകൾ, വാക്യം അറിയാവുന്ന ആളുകൾ, യോഹന്നാൻ ഇത് പറഞ്ഞതിന് ഒരു മറുപടിയും അവർ പറഞ്ഞില്ല. എന്നാൽ യോഹന്നാനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ. ഞാനിത് വായിച്ചു വളരെ സന്തോഷിച്ചു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. സാധാരണക്കാരായ നമ്മിൽ ഒരാളെ പോലെ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിപ്പോയി. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിപ്പോയി. ഈ വാക്യം ഞാൻ ഓർത്തപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം ഒരു ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ചത്. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ ദൈവം, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പുത്രനാണ്. ഞാൻ പല പ്രാവശ്യം നോക്കി,
ഏകജാതനായ ദൈവം, ആ ദൈവം യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരു പുരുഷൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ഇവർ ചോദിച്ചില്ല, ആളിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഉദാഹരണമുണ്ട് മത്തായി സുവിശേഷത്തിൽ. ഹെരോദാവിനോട് യേശു ജനിക്കുന്നത് ഇന്നടത്താണെന്ന് കൃത്യമായി പറഞ്ഞു. ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. യേശു ജനിച്ചു എന്നുള്ള കാര്യം, ഇസ്രയേലിന്റെ രാജാവ് ജനിച്ചു എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കിഴക്കുന്ന വന്ന വിദ്വാൻമാരെ അത് ഉറപ്പിച്ചു പറഞ്ഞു. ഉറപ്പിതാണ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. എന്നാൽ ബേത്ലഹേമിലാണെന്ന് പറഞ്ഞ ആ പണ്ഡിതന്മാർ അവിടം വരെ പോകാൻ മനസ്സ് കാണിച്ചു. ഹെരോദാവ് മനസ്സ് കാണിച്ചു, അത് വേറെ ഉദ്ദേശം. അവരാരും മനസ്സ് കാണിച്ചു. യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുക, ഈ ആള് നിങ്ങളുടെ നിൽപ്പുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യൻ. തന്റെ എളിമ, ഈ ഫ്യൂഡൽ വ്യവസ്ഥിതി, അടിമ വ്യവസായം, അടിമകളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഇതിന്റെ വലിപ്പം മനസ്സിലാകും. ഒരു യജമാനന്റെ കാലയിലെ ചെരുപ്പ് അയാൾ അഴിക്കുക, വീട്ടിൽ കയറി വന്ന് നമുക്കത് ചിന്തിക്കാൻ ഒക്കുകയില്ല. അയാൾ നിന്നു കൊടുക്കുക. ഒരു ഭൃത്യൻ വന്ന്, ഒരു അടിമ വന്ന് ആ കാലയിലെ ചെരുപ്പ് അഴിച്ചു. ഒരുപക്ഷെ കാല് തുടച്ചു കൊടുക്കും, കാല് കഴുകി കൊടുക്കും. ഇതെല്ലാം ഈ വാക്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ കർത്താവിനെ ഉയർത്തുന്ന വാക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ യോഗ്യനല്ല. കർത്താവിനെ കുറിച്ച് എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇതുപോലുള്ള വാക്കുകൾ യോഹന്നാൻ പ്രയോഗിക്കുന്നുണ്ട്. 9-ാമത്തെ അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിന് അത്രേ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ചു. ഇനിയും മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. യോഹന്നാൻ പറയുകയാണ്, ആ ചെരിപ്പഴിപ്പാൻ ഞാൻ യോഗ്യനാണ്. കർത്താവിനെ ഉയർത്തുന്നതിൽ യോഹന്നാന്റെ ആ സ്വഭാവം, കർത്താവിന്റെ മഹത്വം യോഹന്നാൻ എന്തുമാത്രം കണ്ടു, കർത്താവിനെ എത്രമാത്രം വ്യക്തമായി അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നോട് ചോദിച്ചാൽ എൻ്റെ സാക്ഷി അത് വളരെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ യോഹന്നാൻ പറഞ്ഞതെല്ലാം നമ്മുടെ കർത്താവിനെ ഉയർത്തി കാണിച്ചാണ്. ഇത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. 28-ാം വാക്യം കൂടെ വായിക്കാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബേഥേന്യയിൽ സംഭവിച്ചു. ഈ ബേഥേന്യയാണോ, അതിന് വേറൊരു പേരുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ വളരെ തർക്കം നടക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. ഈ ബേഥേന്യയെ കുറിച്ച് ഒരു വാചകം പറയാം. ബേഥേന്യ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മാർത്തയുടെയും മറിയയുടെയും ഭവനം ഇരുന്ന സ്ഥലത്തിന്റെ പേരാണ് ബേഥേന്യ. മാർത്തയുടെയും മറിയയുടെയും ബേഥേന്യ തന്നെ വിളിക്കുന്നു.
അത് യെരുശലേമിനടുത്താണ്. ഇത് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥന്യ, അത് യോർദാന്റെ തീരം. വളരെ വ്യക്തമായി ഭൂമിശാസ്ത്രപരമായി ആ സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ചരിത്രം കിട്ടുകതയല്ല, ആരുടെയും ഭാവനയിൽ നിന്ന് വന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി, നമ്മുടെ കർത്താവിന്റെ മഹത്വം കാണുവാൻ നമുക്ക് വേണ്ടി എഴുതി തന്നതാണ്. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം.